إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ എല്ലാവിധ ബർക്കത്തും നിലനിർത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും ഭക്തിയുള്ള ശക്തമായ ഈമാനുള്ളവരായി എപ്പോഴും ജീവിക്കുവാനും അതിനാവശ്യമായ അമലുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു എന്ന ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റാർക്കും ലഭിക്കാത്ത ധൈര്യവും ആത്മസംതൃപ്തിയും മുസ്ലിമിന് ലഭിക്കുന്നു എന്നതാണ് ഈമാന്റെ നേട്ടമായി ഖുർആൻ പറയുന്നത്. ജീവിതത്തിൽ പല അഭിവൃദ്ധികളും പുരോഗതികളും ആർജിക്കുന്നവനാണ് മനുഷ്യൻ. അവൻ്റെ ബുദ്ധി കൊണ്ട്, ശാസ്ത്രീയമായ സൗകര്യങ്ങൾ കൊണ്ട്, സാങ്കേതികമായ മറ്റു സൗകര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതം അനുദിനം മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക്, കൂടുതൽ ക്ഷേമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. ഈ ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന്റെ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവുന്നില്ല. എന്തെല്ലാമോ പ്രതിസന്ധികളും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. അപ്പോൾ എന്താണ് അതിനൊരു പകരം സംവിധാനം? നമ്മളുടെ വിജ്ഞാനങ്ങളും ജീവിത സൗകര്യങ്ങളും ഇതൊന്നും നിർവഹിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അതിനെ മറികടക്കാനുള്ള ഒരു പകരം സംവിധാനം വേണം. അതാണ് അല്ലാഹു അവൻ്റെ ഈമാനിലൂടെ, ഖുർആനിലൂടെ നമ്മളെ കേൾപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. വളരെ ലളിതമാണ് ആ കാര്യം. ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത, നമുക്ക് വലിയ ഭാരം ഉണ്ടാക്കുന്ന ഒന്നും തന്നെ അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നില്ല. എന്താകുന്നു ആ ലളിതമായ പരിഹാരം? അല്ലാഹു പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഈമാനുണ്ടായിരിക്കുക, സമാനമായ അമലു സ്വാലിഹാത്തുകൾ, പുണ്യങ്ങൾ ഉണ്ടായിരിക്കുക. ഇത് രണ്ടും ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലാഹു നൽകുന്ന ചില ഓഫറുണ്ട്, ഗ്യാരണ്ടിയുണ്ട്. അവർക്ക് തൃപ്തികരമായ ഒരു ജീവിതം അവൻ നൽകും. ഹയാത്തുൻ ത്വയ്യിബ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നെഞ്ചത്ത് കൈവച്ച് പറയാവുന്ന ആശ്വാസം, സമാധാനം,
ജീവിത സുരക്ഷ, സംതൃപ്തി, ഇവയെ എല്ലാം കുറിക്കുന്ന ഒരു വാക്കാണ് ഹയാത്തുൻ ത്വയ്യിബ. ജീവിതത്തെ, അതിൻ്റെ മികവിനെയും ക്വാളിറ്റിയെയും ഇതിനേക്കാളും വർണ്ണിക്കാൻ പറ്റിയ വേറെ പദങ്ങളില്ല. ആ രൂപത്തിൽ നിലവാരമുള്ള ഒരു ജീവിതം, മികച്ച ഒരു ജീവിതം അല്ലാഹു അത്തരക്കാർക്ക് നൽകുമെന്നാകുന്നു അവന്റെ ഗ്യാരണ്ടി. രണ്ട് കാര്യങ്ങൾ മാത്രം ഉണ്ടായാലും മതി. നല്ല ഈമാൻ വേണം. അത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. ഒരാൾ പറഞ്ഞത് കൊണ്ടോ പഠിപ്പിച്ചത് കൊണ്ടോ ഈമാൻ മറ്റൊരാൾക്ക് ഉണ്ടാവുകയില്ല. സ്വന്തം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ആ ഈമാൻ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാകും. ഒരു ചെടിക്ക് വലിയ ഇലയും കൊമ്പുമായിട്ട് മരമായിട്ട് വളരുമ്പോൾ അതിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. കൊമ്പിലേക്കും ഇലയിലേക്കും വെള്ളം കൊടുക്കേണ്ട. ആ മരത്തിന്റെ, ചെടിയുടെ മുരട്ടിൽ മാത്രം, വേര് ഭാഗത്ത് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അത് വേരിലൂടെ എല്ലാ ഭാഗത്തേക്കും ആ നനവ് എത്തിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് അല്ലാഹു നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈമാനിന്റെയും പ്രത്യേകത. അതൊരു നനവാണ്, വെള്ളമാണ്, ഈർപ്പമാണ്, കുളിരും കുളിർമയുമാണ്. നമ്മൾ എവിടേക്കെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം നനവായി, തണുപ്പായി, താങ്ങായി, തണലായി ഈമാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. ഒരു നല്ല ഈമാനുള്ള മനുഷ്യന് നല്ല തൊഴിലാളിയാവാൻ സാധിക്കും, നല്ല തൊഴിൽ ഉടമയാവാൻ സാധിക്കും. നല്ല വിദ്യാർത്ഥിയും അധ്യാപകനും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവാൻ ഈ ഈമാനിന്റെ നനവ് ഉണ്ടായാൽ മതി. നനവുള്ള കാലത്തോളം, വെള്ളത്തിന്റെ അംശമുള്ള കാലത്തോളം വേര് അത് വലിച്ചെടുത്ത് വളരെ വിശാലമായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മരത്തിന്റെ അങ്ങേ അറ്റത്തുള്ള ഇലയിലേക്കും എത്തിക്കുന്നു എന്ന പോലെ ഈ ഈമാനുമായിട്ട് നാം ജീവിതത്തിന്റെ ഏത് മേഖലകളിലേക്ക് പ്രവേശിച്ചാലും അവിടെയൊക്കെ ഈമാൻ എന്ന ഒരു തണൽ നമുക്കുണ്ടാകും. അതാണ് ഖുർആൻ പറയുന്ന ഹയാത്തുൻ ത്വയ്യിബ, തൃപ്തികരമായ, സന്തോഷകരമായ ജീവിതം. അതിന്റെ അർത്ഥം പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല. ഏറ്റവും ശക്തമായ മികച്ച ഈമാൻ ഉണ്ടായിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഹാബത്തിനായിരുന്നു. അവർക്ക് വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് ഇനി അല്ലാഹു നമ്മളെ സഹായിക്കുക എന്ന് വരെ പറയുന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കും അല്ലാഹു നൽകിയത് ഹയാത്തുൻ ത്വയ്യിബ, ഈ പറഞ്ഞ നനവുള്ള, ഈമാനിന്റെ തണുപ്പുള്ള ജീവിതമായിരുന്നു. അവിടുത്തെ മരുഭൂമിയിലും പീഡനങ്ങൾക്കിടയിലും അവർക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. ഫലസ്തീനിലും ഗസയിലും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോഴും അതിനേക്കാളേറെ ആളുകൾ പരിക്കേറ്റ് കിടക്കുമ്പോഴുമൊക്കെ അവർക്ക് നഷ്ടപ്പെടാത്ത ഒരു ആത്മധൈര്യം, അത് ഈമാനിന്റെ ഭാഗമാണ്. അപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ, സ്ത്രീകളുടെ, സഹോദരന്മാരുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞ ഈമാൻ നനവായിട്ട്, പ്രതീക്ഷയായിട്ട്, ആശ്വാസമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രതിസന്ധികളും നമ്മളുടെ വ്യക്തിപരമായി ഉണ്ടായേക്കാവുന്ന, കുടുംബത്തിലുണ്ടായേക്കാവുന്ന, പുറത്തുണ്ടായേക്കാവുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യുവാനുള്ള എളുപ്പ വഴിയായിട്ട് അല്ലാഹു നമ്മളെ കേൾപ്പിക്കുന്നത്, നമുക്ക് ഉറപ്പ് തരുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രം: ഈമാൻ ഉണ്ടാവുക, അമലു സ്വാലിഹാത്ത് ഉണ്ടാവുക. തുടർന്നുള്ള ജീവിതമോ വല നജ്സിയന്നഹും അജ്റഹും, ഏറ്റവും മെച്ചപ്പെട്ട പ്രതിഫലം നൽകി അവർക്ക് പരലോകത്തും അല്ലാഹുവിന്റെ അനുഗ്രഹം തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് ജീവിതത്തിന്റെ
ഏറ്റവും ലളിതമായ ഒരു രൂപരേഖയായിട്ട്, ഈമാനിന്റെ ഏറ്റവും ലളിതമായ പ്രായോഗിക വശമായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. ഏത് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും അവിടെയൊക്കെ അല്ലാഹുവിനെ നേരിൽ കാണാൻ ശ്രമിക്കുക. ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുക. എങ്കിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഖുർആൻ പറഞ്ഞ ഒരു ആശ്വാസം നമുക്ക് ഈമാനിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രയാസകരമായ അധോഗതി വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ലാ ശൈഅ അഖ്ബഹ ബിൽ ഇൻസാൻ അൻ യകൂന ഗാഫിലൻ. 2-3 കാര്യങ്ങളെ പൂർണ്ണമായും കൈവടിഞ്ഞുകൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യഹീനൻ, മോശമായ മനസ്സുള്ളവൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് അൽ ഫളാഇലു ദീനിയ്യ, മതപരമായ പുണ്യങ്ങൾ. മറ്റൊന്ന് അൽ ഉലൂമുൻ നാഫിയ, തനിക്ക് ഉപകരിക്കേണ്ടതായ അറിവുകൾ, വിജ്ഞാനങ്ങൾ. വേറെ ഒന്ന് അൽ അഅ്മാലു സ്വാലിഹ, സൽപ്രവർത്തനങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിന് അകമ്പടിയായി ഇല്ലെങ്കിൽ അവനേക്കാളും വലിയ ഭാഗ്യഹീനൻ, പരാജയപ്പെട്ടവൻ ലോകത്ത് വേറെയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു പാത നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ജീവിതത്തിൽ പല വഴികൾ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഒരു വഴി മാത്രമാവണമെന്നില്ല. അതിനെ ബൈപ്പാസ് ചെയ്യാനും അല്ലാഹു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന റോഡിൽ വലിയ ട്രാഫിക് തിരക്കാണെങ്കിൽ സമാനമായ മറ്റ് റോഡിലൂടെ നമുക്ക് ബൈപ്പാസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ബൈപ്പാസ് സംവിധാനം, എളുപ്പ വഴി, പകരം വഴികൾ അല്ലാഹു ഈമാനിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇമാം ത്വബറാനി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അതിന്റെ ചെറിയൊരു ഭാഗമുണ്ട്. അദ്ദേഹത്തിന്റെ ഹദീസിൽ പറയുന്നത്, സാനിഉൽ മഅറൂഫി തഖീ മസാരി അസ്സൂ, പുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എല്ലാ തരം ദുരന്തങ്ങൾക്കും പ്രതിരോധമാണ് ഉണ്ടാക്കുന്നത്. പുണ്യം ചെയ്തുകൊണ്ടേയിരിക്കുക, ചെറുതും വലുതുമായി, മനസ്സുകൊണ്ടും നാവുകൊണ്ടും ശരീരം കൊണ്ടും. എങ്കിൽ എപ്പോഴെങ്കിലും എന്നെങ്കിലും വന്നേക്കാവുന്ന ഒരു ദുരന്തമുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള കവചമായി ഈ പുണ്യം നമുക്ക് നിലനിൽക്കുമെന്നർത്ഥം. അതുപോലെ തന്നെ സദഖത്തു സിർ തുത്ഫിഉ ഗളബർ റബ്ബി, അല്ലാഹുവിനോട് നമുക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതിനെ മായ്ച്ചു കളയാൻ നമ്മൾ അപ്പോഴും ഇപ്പോഴും ഒക്കെ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ കൊണ്ട് സാധിക്കും. അപ്പൊ ദാനധർമ്മങ്ങളാണെങ്കിലും പുണ്യമാണെങ്കിലും ആരാധനകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. പല പണ്ഡിതന്മാരും അറബിയിൽ സ്വാദ് കൊണ്ട് ആരംഭിക്കുന്ന 5 വാക്കുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അറബിയിലെ സ്വാദ്, സ്വലാത്ത്, സൗം, സ്വതക്ക, നമസ്കാരവും നോമ്പും സ്വതക്ക, ദാനധർമ്മങ്ങളും, അതൊക്കെ സ്വാദ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. മറ്റ് 2 സ്വബർ, ക്ഷമ, സുദുക്ക്, സത്യസന്ധത. ഈ 5 നന്നായിട്ട് നല്ല കോമ്പിനേഷനിൽ നമുക്കുണ്ടെങ്കിൽ ക്ഷമയും സത്യസന്ധതയും നമസ്കാരവും നോമ്പും സ്വതക്കയും ഒക്കെ സ്വാദ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. എങ്കിൽ അവന് പിന്നെ ഒന്നിൻ്റെയും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നർത്ഥം. ഈ സ്വാദ് കൊണ്ട് ആരംഭിക്കുന്ന 5 കാര്യങ്ങളാണ്
ജീവിതത്തെ സ്വാദിഷ്ടമാക്കുന്നത് എന്നുകൂടി നമുക്ക് പറയാം. അതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒന്നുകൂടി ശ്രദ്ധയും കുറച്ചുകൂടി ക്രമീകരണവും ഉണ്ടായാൽ വളരെ ഭംഗിയായി എന്ന് മാത്രം. അപ്പോഴത്തരത്തിൽ ഓരോ നിമിഷവും ജീവിതത്തിൽ കഴിയുന്നത് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല എന്ന ജാഗ്രതയോടുകൂടെ ജീവിതത്തെ കൂടുതൽ സ്വാദിഷ്ടമാക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും നാം സ്വന്തമായിട്ട് ചെയ്യുക. നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ അത് ശീലിപ്പിക്കുവാനും കൂടി നമ്മൾ ശ്രമിക്കുക. പുണ്യങ്ങളിൽ നിന്ന്, നന്മ ചെയ്യുന്നതിൽ നിന്ന് അകന്നകന്നു പോകുന്ന ഒരു പ്രവണതയാണ് പുതിയ തലമുറക്കുള്ളത്. അവരിൽ ബോധപൂർവമായി നാം ഇടപെട്ടാൽ മാത്രമേ ഈ ഒരു പരുവത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്ന ആ നിലവാരത്തിലും ഈമാനിക മികവിലും അവരെയും പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും വിജയിപ്പിക്കുമാറാവട്ടെ. ഏറ്റവും നല്ലവരായി ജീവിക്കാൻ അല്ലാഹുവിന്റെ ബർക്കത്ത് എല്ലാ സന്ദർഭത്തിലും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുവാനും പടച്ചവനെ നീ ഞങ്ങളെയൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നേരത്തെ പറഞ്ഞ ഈമാനും അമലുസ്വാലിഹാത്തുമായിട്ട് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും മികച്ച സംവിധാനം ഒരുക്കുവാൻ ആവശ്യമായ ഒരു ഉപദേശവും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മനുഷ്യന്റെ മുസ്ലിം എന്ന നിലക്കുള്ള വിശ്വാസം, ഭക്തി, പടച്ചവനെ പറ്റിയുള്ള പേടി, അവയെല്ലാം വളരെ ലളിതമായിട്ട് സംഗ്രഹിച്ചുകൊണ്ട് ഈ ഉപദേശത്തിൽ റസൂലുള്ളാഹ് നമ്മളെ കേൾപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഹുസ്ന്, അതിന്റെ മികവ്, ഒരാൾ മുസ്ലിം ആകുന്നു എന്നുള്ളത് എപ്പോഴാണ് ക്വാളിറ്റി ഉള്ളതായി തീരുക? തർക്കുഹു മാ ലാ യഅനീഹി. അവൻ ആവശ്യമില്ലാത്തത് മാറ്റിവെക്കുക. തൻ്റെ ജീവിതത്തിന്, തൻ്റെ കുടുംബത്തിന്, തൻ്റെ ചിന്തകൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏതാണ്? എല്ലാവർക്കും അത് വർക്കൗട്ട് ചെയ്യാവുന്നതേയുള്ളൂ. അതങ്ങ് മാറ്റിവെച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ പൂർണ്ണതയിലായിരിക്കും സമാപിക്കുക. അതാണ് നമ്മളുടെ ഇസ്ലാമിന്, ഈമാനിന് മികവ് നൽകുന്ന, നിലവാരമുണ്ടാക്കുന്ന കാര്യമായിട്ട് റസൂലുള്ളാഹി പറയുന്നത്. നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ സമയം, എത്ര സമയമാണ് നമുക്ക് നഷ്ടമാവുന്നത്? ഒന്നിനും സമയമില്ല എന്ന പരാതിയാണ് നമുക്കൊക്കെയുള്ളത്. പണ്ട് കാലത്ത് 2-3 ആഴ്ച വേണ്ടി വന്നിരുന്ന ഒരു കാര്യം ഇന്ന് 1-2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ 1-2 ആഴ്ച എടുത്ത് ഒരാളെ കാണേണ്ട ഒരു സംഭവം ഇന്ന് 2 മിനിറ്റ് കൊണ്ട് കാണാൻ സാധിക്കും. എന്നാലും നമ്മൾ എന്താ പറയുക? സമയമില്ല. അപ്പോൾ സമയമില്ലാത്തതല്ല പ്രശ്നം, നമ്മളുടെ നിലപാട് മാറാത്തതാണ് പ്രശ്നം. അപ്പോ സമയമാണെങ്കിലും, അതിനേക്കാളും മൂല്യവത്തായ സമ്പത്താണെങ്കിലും, മറ്റു അനുഗ്രഹങ്ങളാണെങ്കിലും എന്താണ് തനിക്ക് വേണ്ടത്? അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ആവശ്യങ്ങൾ മറ്റൊരാൾക്കറിയില്ല, അവരുടേത് നമുക്കും പട്ടികയാക്കാൻ സാധിക്കില്ല. അപ്പൊ ഏറ്റവും ആവശ്യമായ അനിവാര്യതകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് സമ്പത്തും സമയവും മറ്റു കാര്യങ്ങളും ക്രമീകരിച്ചാൽ കുറച്ചുകൂടി ജീവിതം എളുപ്പമാകും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ടെൻഷന്റെയും പിരിമുറുക്കത്തിന്റെയും ഒരു 50% മാ ലാ യഅനി എന്ന് നബി പഠിപ്പിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ്. അപ്പൊ ആ രൂപത്തിൽ ഒരു മുൻഗണനാക്രമം നമ്മൾ സ്വീകരിച്ചാൽ അത് ജീവിതം എളുപ്പമാകും എന്ന് മാത്രമല്ല,
ആദ്യം പറഞ്ഞ നമ്മളുടെ ഈമാനും അമലു സ്വാലിഹാത്തും വർദ്ധിപ്പിക്കുവാനും അത് നമുക്ക് സന്ദർഭങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ ജീവിതത്തെ സ്വന്തമായി പരിവർത്തിപ്പിച്ചുകൊണ്ട് നല്ലതിൽ നിന്ന് ഏറ്റവും നല്ലതിലേക്ക്, മഹത്തായതിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ടതിലേക്ക് തന്നെ പോകും. ഒരിക്കലും നമ്മളുടെ ജീവിതത്തിന്റെ ഈമാനിന്റെ ഗ്രാഫ് താഴത്തേക്ക് വരില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തിക്കൊണ്ട് ജീവിക്കുക. അള്ളാഹു അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പുണ്യങ്ങളും നന്മകളും ആരാധനകളുമൊക്കെ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് പടച്ചവനെ നീ അവരുടെ കബറിടം വെളിച്ചമാക്കി അനുഗ്രഹിക്കണമേ. ചികിത്സയിൽ കഴിയുന്ന, ആശുപത്രിയിലും വീടുകളിലുമായി കഴിയുന്ന ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെ പ്രാർത്ഥന കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അവരുടെ ചികിത്സ ഏറ്റവും ഫലപ്രദമാക്കി ആരോഗ്യത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗസയിലെയും ഫലസ്തീനിലെയും നമ്മുടെ സഹോദരന്മാരെ വീണ്ടും വീണ്ടും ഓർക്കുക. അള്ളാഹുവേ, നീ അവർക്ക് എല്ലാവിധ ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന സമാധാനം പൂർണ്ണമായ അവസ്ഥയിൽ പടച്ചവനെ നീ സ്ഥിരമായി ആ നാട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.